ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. വലിയവനായ ദൈവത്തിൻ്റെ മുൻപിൽ ഒരിക്കൽ കൂടി തിരുവചനം ധ്യാനിപ്പാൻ അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് എല്ലാവിധമായ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പസമയം ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്ന വിഷയം ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവെഴുത്തുകൾ. ദാന്യർ ലയീശിൽ വാസമോർപ്പിക്കുന്നു. ഇതിൻ്റെ ചുരുക്കം ചരിത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അക്കാലത്ത് ഇസ്രായേലിന് രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ കൂടെ പാർക്കുവാനായിട്ട് ഒരു അവകാശം അന്വേഷിച്ച് നടക്കുകയാണ്. അന്നുവരെ അവർക്കിടയിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. ദേശം ഒറ്റുനോക്കേണ്ടതിന് ദാന്യർ പ്രഗത്ഭന്മാരായ പ്രാപ്തിയുള്ള 5 പേരെ ദേശം ശോധന ചെയ്യുവാനായിട്ട് അയക്കുകയാണ്. അവർ എഫ്രൈം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി. ഈ വീടിനോട് അടുത്ത് എത്തുമ്പോൾ മീഖാവിൻ്റെ വീടിനകത്ത് പാർക്കുന്ന ലേവ്യ യുവാവിൻ്റെ ശബ്ദം അവിടെ കേട്ടറിഞ്ഞ് അവിടെ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ. ഈ ദേശം ശോധന ചെയ്യുവാൻ വന്ന പ്രാപ്തിയുള്ള 5 പുരുഷന്മാർ മീഖാവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ലേവ്യ യുവാവിനോട് ചോദിക്കുന്ന 5 കാര്യങ്ങൾ. 1, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര്? ഹു ബ്രോട്ട് യു ഹിയർ? 2, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദിസ് പ്ലേസ്? 3, നിനക്കിവിടെ എന്ത് കിട്ടും? ആൻഡ് വാട്ട് ഡു യു ഹാവ് ഹിയർ? 4, നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്? ദൈവ പൈതലിൻ്റെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ദൈവഭക്തിയോടെ ജീവിക്കുക. എന്താണ് ദൈവഭക്തി? ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുക. ഞാൻ സൃഷ്ടിതാവിന് ആൻസറബിൾ ആണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുക. 2, ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയുക. ലഭ്യമാകാത്തതിന് മുറുമുറുക്കുകയല്ല, ഇന്ന് തന്നിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുക. 3, ദൈവ ഇഷ്ടം എന്താണ്, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുക. 4, നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ചെയ്യുക. 5, പാപം ചെയ്യാതെ ജീവിക്കുക, പാപ വഴികളെ ഉപേക്ഷിച്ച് ജീവിക്കുക. 6, ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ കർത്താവെ അങ്ങയോട് കൂടെ ഇരിക്കുവാനുള്ള കൃപ നൽകണമേ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ഭൂമിയിലെ ജീവിതമെല്ലാം താൽക്കാലികമാണ്. തമിഴിലെ തിരുവള്ളുവർ എഴുതിയ തിരുക്കുറളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വീട് വരെ ഉറവ്, വീതി വരെ മനൈവി, അവസാനം വരെ ആരാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കൂടെ ഇരിക്കുന്നവൻ നമ്മുടെ സർവശക്തനായ ദൈവമാണ്. എല്ലാ ബന്ധങ്ങളും ഇഹലോകത്ത് അവസാനിക്കും. വേർപാടോടുകൂടെ എല്ലാം അവസാനിക്കുകയാണ്. പക്ഷെ അവസാനം വരെ കൂടെ ഇരിക്കുന്നവൻ നമ്മുടെ സർവശക്തനായ ദൈവമാണ്. അതാണ് ഭക്തൻ പാടുന്നത്: യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദമീ ഭൂവിൽ വാസം, ഹാ എത്ര മോദം ഈ പാർത്തലത്തിൽ ജീവിക്കും നാൻ. നമുക്ക് 5 ചിന്തകളുണ്ട്. അതിൽ ഒന്നാമത്തെ, ഈ ലേവ്യ യുവാവിനോട് ദേശം ഒറ്റുനോക്കുവാൻ വന്ന പുരുഷന്മാർ ചോദിക്കുന്ന 5 ചോദ്യങ്ങളിൽ ഒന്നാമത്തേതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര്? ഹു ബ്രോട്ട് യു ഹിയർ? മീഖാവ് എനിക്ക് ഇന്നതൊക്കെയും ചെയ്തിരിക്കുന്നു. മീഖാവ് ചെയ്ത എല്ലാ നന്മകളെയും ഇവിടെ ഈ ലേവ്യ യുവാവ് 5 പുരുഷന്മാരോടും പറയുകയാണ്. പ്രിയമുള്ളവരെ, എണ്ണമില്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി. നമ്മെ ഇതുവരെ നട്ടും നനച്ചും വളർത്തിയിരിക്കുന്നത് ദൈവമാണ്. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എന്നെ ഇതുവരെ കൊണ്ടുവന്നത് ദൈവമാണ്. ജീവിതത്തിൽ എത്രയോ ഇടങ്ങളിൽ തകർന്നു പോകാമായിരുന്ന എന്നെ, വീണുപോകാമായിരുന്ന ജീവിതത്തിൻ്റെ തലങ്ങളിലൊക്കെയും പട്ടുപോകാമായിരുന്ന എന്നെ ദൈവം ഇവിടെ ഇതുവരെ കൊണ്ടുവന്നു. ആ ദൈവം എത്ര നല്ലവനാണ്! ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നു, കഷ്ടപ്പാടിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നു. നമുക്ക് വേണ്ടുന്നതായ ഭൗതിക തലങ്ങളിലെ എല്ലാ നന്മകളുടെ വാതിലുകളെ വിശാലമായി ദൈവം തുറന്നിട്ടു. നല്ല വിദ്യാഭ്യാസം നൽകി. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മെ കൊണ്ടുവന്നു, എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര് എന്ന് ഒറ്റ വാക്കിൽ ചോദിക്കുമ്പോൾ
നമ്മുടെ സർവശക്തനായ ദൈവമാണ് എന്നെയും നിങ്ങളെയും ഇതുവരെ ഇവിടെ കൊണ്ടുവന്നത്. നാം എല്ലാം ജീവിതത്തിൽ ബലഹീനരാണ്, ഒരു വിശ്വാസമുള്ളവരാണ്. പെട്ടെന്ന് കത്തിത്തീരുന്ന ഒരു കമ്പി മത്താപ്പ് പോലെയാണ്. അത് കത്തി നിൽക്കുമ്പോൾ മനോഹരമാണ്. അതിൽ നിന്നും വിടർന്നു ഉയരുന്ന വർണ്ണങ്ങൾ എന്ത് ശോഭയുള്ളതാണ്, കാണാൻ മനോഹാരിതയുള്ളതാണ്. അത് വേഗം കത്തിത്തീരുകയും വേഗം മനോഹാരിത വിടർത്തി വേഗം അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് ഓർക്കണം. അതുകൊണ്ട് എണ്ണമില്ലാത്ത നന്മകൾ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ തന്നിരിക്കുമ്പോൾ എന്നെ കൊണ്ടുവന്നത് ദൈവമാണ് എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ കഴിയണം. നശിച്ചു പോകേണ്ട നമ്മെ കാൽവരി ക്രൂശിലെ രക്തം നൽകി സർവശക്തനായ ദൈവം നമ്മെ കൊണ്ടുവന്നു. ഭക്തൻ പാടുന്നു, എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വൻ ദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിയിടുവാനായി. എണ്ണമില്ല നന്മകൾ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ചോർന്നൊലിക്കാത്ത ഒരു ഭവനം, നല്ല ഭക്ഷണം, നല്ല ജോലി, നല്ല വാഹനം, നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, സമ്പത്ത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ഓർക്കണം. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ നശിച്ചു പോകേണ്ടവരല്ല, ദൈവത്തെ മറക്കേണ്ടവരല്ല. സന്തോഷമുള്ളപ്പോഴും എല്ലാം ശുഭമായിരിക്കുമ്പോഴും ദൈവം നല്ലവനെന്ന് നമുക്ക് പറയാൻ കഴിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവരെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇസ്രായേൽ മക്കൾ പലപ്പോഴും നടത്തിയ ദൈവത്തെ മറന്നുപോകുന്നു. വേണ്ടുന്നത് വേണ്ടുന്ന സമയത്ത് സ്വീകരിക്കുകയും അടുത്ത നിമിഷം ഈ ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ജനം എന്തുമാത്രം തിക്താനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. കാരണം എന്താണ്? കൊണ്ടുവന്ന ദൈവത്തെ, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെ മറന്നു കളയുന്നു, ഉപേക്ഷിച്ചു കളയുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവിനെ മറക്കരുത്. നീ തട്ടിട്ട വീടുകളിലും മാളികകളിലും പാർക്കുമ്പോൾ നീ ദൈവത്തെ മറക്കരുത്, നീ നിഗളിക്കരുത്. അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തന്നിരിക്കുന്നത്. എൻ്റെ ശക്തി കൊണ്ട് ഞാൻ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കിയെന്ന് ജീവിതത്തിൽ ഒരിക്കലും പറയരുത്. ഈ ദൈവത്തെ മറന്നുപോകുന്നവർ നശിച്ചു പോകും. അത് 8-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കാതിരുന്നാൽ മറ്റുള്ളവരെ പോലെ നശിക്കും. മറ്റുള്ളവരെ നോക്കി ആത്മീയ ജീവിതം നയിക്കരുത്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, എന്നാൽ നമ്മെക്കാളും കുറച്ചുകൂടി ബെസ്റ്റായിട്ട് അവർ ജീവിക്കുന്നുണ്ടാകാം. നമ്മുടെ സൗകര്യങ്ങളെക്കാൾ അല്പം കൂടി മെച്ചമായ സൗകര്യങ്ങൾ ആ ഭവനത്തിലുണ്ടാകാം. നമ്മുടെ ഭവനത്തിലില്ലാത്ത പലതും ആ ഭവനത്തിലുണ്ടാകാം. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രേഷ്ഠമേറിയ വിലപിടിപ്പുള്ള മഹത്വമാർന്ന പലതും ആ ഭവനത്തിലുണ്ടാകാം. അത് നോക്കി നമ്മുടെ ജീവിതത്തെ അളക്കരുത്. അയ്യോ, എനിക്ക് ഇത്രയേ ഉള്ളൂ. അവിടെ നോക്കിയാൽ എൻ്റെ ഭവനത്തിലില്ലാത്ത പലതും അവിടെയുണ്ട്. ഒരിക്കലും താരതമ്യം ചെയ്തുള്ള ജീവിതം പാടില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം മറ്റുള്ളവരെ നോക്കി ആത്മീയ ജീവിതം നയിക്കരുത്. യോസേഫിനോട് ചോദിച്ചാൽ പറയും, എന്നെ ഇതുവരെ കൊണ്ടുവന്നത് ദൈവമാണ്. ഞാൻ കഷ്ടതകളിലൂടെ നടന്ന് സഞ്ചരിച്ചു വന്നവനാണ്. ഞാൻ പൊട്ടക്കിണർ മുതൽ ജയിലറ വരെ സ്വീകരിച്ച് ഈ ഒരുപാട് കഷ്ടതകളെ അതിജീവിച്ച ഇന്ന് ഒരു പൊസിഷനിൽ, ഒരു സ്ഥാനത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ കനൽ വഴി ഉണ്ടായിട്ടുണ്ട്. യോസേഫിന് ഒരു വലിയ പ്രതിസന്ധി ഘട്ടമായ ജീവിതങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. പല കുന്നുകളും താഴ്വരകളും താണ്ടിയാണ് ഇന്ന് യോസേഫ് ഒരു വിശിഷ്ടമായ സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇതുവരെ കൊണ്ടുവന്നുവെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കഷ്ടതയും വേദനകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കരം കൊണ്ട് നമ്മെ ശിക്ഷിച്ചാലും മറുകരം കൊണ്ട് നമ്മെ ആശ്ലേഷിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് നാം പലപ്പോഴും കുടുംബമായി ദൈവത്തെ മറക്കുന്നു. ഇന്നത്തെ തലമുറകൾ ദൈവത്തെ തെല്ലും ഓർക്കുന്നില്ല. ലോകത്തിന്റെ ഇൻപങ്ങളിലൊക്കെയും മുഴുകി ജീവിക്കുന്നു. ഒരു വഴി ഒരു മനുഷ്യന് ചൊവ്വായി തോന്നാം, അതിന്റെ അവസാനമൊക്കെയും മരണവഴികളാണ്. ഇന്ന് കുഞ്ഞുങ്ങളുടേതായ ലോകത്തിൽ ജീവിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സെൽഫോൺ ഒരാളുടെ കയ്യിലിരുന്നാൽ അവർക്ക് സർവ്വതും അവർ നേടിയതിന് തുല്യമാണ്. ജീവിതം തന്നെ വിജയിച്ചതിന് തുല്യമാണ്. നമ്മൾ ഓർക്കണം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ വചനം ഹൃദയത്തിലിരിക്കണം, അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നാമതായി നടത്തിയ ദൈവത്തെ ഓർക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലിരിക്കണം.
മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവവചനത്തെ ഉപദേശിച്ചു കൊടുക്കണം. അവർ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും, എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിനായി പോകുമ്പോഴും മറ്റു കാര്യാദികൾക്കായി പോകുമ്പോഴും, മാതാപിതാക്കളായ നിങ്ങൾ വഴി നടക്കുമ്പോഴും, അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം, അവയെക്കുറിച്ച് സംസാരിക്കണം, അവയെ കൈമേൽ കെട്ടണം. കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. നമ്മുടെ കണ്ണുകൾക്ക് മധ്യേയുള്ള കൃഷ്ണമണിയെപ്പോലെ ആ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് ഈ ദൈവവചനം കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. നിന്റെ വീട്ടിലും കട്ടളകളിലുമേലും പടികളിലുമേലും അത് എഴുതണം. ഇന്ന് നമ്മുടെ മക്കളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുന്നത് നശിച്ചു പോകുന്ന പലതുമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇന്നത്തെ തലമുറയുടെ ഉള്ളിൽ വചനമില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. കൽപ്പന എന്ന് പറയുന്നത് 6 ദിവസം അധ്വാനിച്ചതിന് വേലയൊക്കെയും ചെയ്യുക, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. നമ്മുടെ ജീവിതത്തെ ഇന്നുവരെ ഈ ഒരു തലത്തിൽ അനുഗ്രഹിച്ച ദൈവത്തെ നമ്മൾ മറന്നു കളയരുത്, ഉപേക്ഷിച്ച് കളയരുത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാണ്. നടത്തിയ ദൈവത്തിന് ഞാനും നിങ്ങളും വിശുദ്ധ ജനമാണ്. വീണ്ടും പറയുന്നു, ഭൂമിയിലുള്ള സകല ജാതികളിൽ വെച്ച് നിനക്ക് സ്വന്തം ജനമായിട്ട്, ദൈവത്തിന് സ്വന്തം ജനമായിട്ട് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്നാമതായിട്ട് പറയുന്നത്, നാം യഹോവയ്ക്ക് വിശുദ്ധ ജനമാണ്, കർത്താവിന് സ്വന്തം ജനമാക്കി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ പെരുപ്പമുള്ളത് കൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരിഷ്ടം കർത്താവിനുണ്ട്, ഒരു പ്രിയം കർത്താവിനുണ്ട്. അതാണ് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ ശീമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ശീമോൻ പത്രോസ് പറയുന്നു, എനിക്ക് പ്രിയമുണ്ട് കർത്താവേ, വാത്സല്യമുണ്ട്. എങ്കിലും അവന്റെ വാത്സല്യത്തെയും പ്രിയപ്പെടലിനെയും യേശു ഉറപ്പിക്കുന്നത് 3-ാമത്തെ ചോദ്യത്തിലൂടെയാണ്. ജീവിതത്തിൽ നടത്തിയ ദൈവത്തെ നമ്മൾ മറക്കരുത്. ഇന്ന് ഞാനായിരിക്കുന്നത്, നിങ്ങളെല്ലാം ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ഉയർന്നിരിക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ അധ്വാനമോ ഒന്നുമല്ല. ശീമോൻ പത്രോസ് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവന് അവൻ്റെതായ ജീവിതത്തിന്റെ നന്മ നേടുവാൻ കഴിഞ്ഞില്ല. ഒരു രാത്രി അവന് വൃഥാവായി പോയി, ഉറക്കം വൃഥാവായി പോയി. ഭവനത്തോടുകൂടെ ഉള്ള കൂട്ടായ്മ അവന് നഷ്ടപ്പെട്ടു. ഭവനത്തോട്, മക്കളോട്, കുടുംബത്തോടൊപ്പം ചേർന്ന് വസിക്കുന്ന ആ ഒരു അനുഭവം ഒരു രാത്രി മുഴുവൻ അവൻ നഷ്ടപ്പെട്ടുവെങ്കിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് അവന്റെ അടുക്കൽ വരുമ്പോഴാണ്, തിബരിയാസ് കരയിൽ അവനെ കാണുമ്പോഴും അവനോട് സംസാരിക്കുമ്പോഴും ആ വാക്ക് കേൾക്കുമ്പോഴുമാണ് ജീവിതത്തിൽ അവന് വലിയ നന്മയുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ കൊണ്ടുവന്ന ദൈവം എത്ര നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിയണം. നിസ്സാരനല്ല, അവൻ സർവശക്തനായ ദൈവമാണ്, നമ്മെ ഇതുവരെ കൊണ്ടുവന്നവൻ. നിങ്ങൾ എല്ലാവരിലും കുറഞ്ഞവരായിരുന്നവരാണ്, എല്ലാവരിലും നിങ്ങൾ താണവരായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു. പൂർവ്വകാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉടുക്കുവാൻ വസ്ത്രമില്ല, പാർപ്പിടമില്ല, ആഹാരമില്ല, വിദ്യാഭ്യാസമില്ല. ഒരു വിദ്യാഭ്യാസമില്ലാത്ത തലമുറ മുൻ പൂർവീയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്, നമ്മെ നടത്തിയിരിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് നൽകിയില്ലേ? അവിടെ വീണ്ടും ആ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ തന്നെ സത്യദൈവം എന്ന് നിങ്ങൾ അറിയുവാൻ വേണ്ടി അവൻ നിങ്ങളെ സ്നേഹിച്ച് വർദ്ധിപ്പിച്ചു. യഹോവ സകല രോഗങ്ങളും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. നീ അറിഞ്ഞിരുന്ന മിസ്രയീമ്യരുടെ ദുർവ്യാധികളിൽ ഒന്നുപോലും നിങ്ങളെ പിടിക്കാതെ ദൈവം സൂക്ഷിച്ചു. അവയെ നിങ്ങളെ ദേഷിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൊടുക്കുകയാണ്. നീ നിന്റെ കണ്ണാലെ കണ്ട അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ ഓർക്കണം. നിന്റെ ദൈവം എത്ര വലിയവനും ഭയങ്കരനുമായ ദൈവമാണ്. നിന്റെ മധ്യേ ഇരുന്ന്, നിന്റെ കൂടെ ഇരുന്ന് ഇന്നുവരെയുമുള്ള ജീവിതയാത്രയിൽ ദൈവം നിന്നെ സൂക്ഷിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ബറാക് ഒബാമ ജീവിതത്തിൽ ഉയർന്ന തലത്തിൽ ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ വരെ എത്തിയത് തന്റെ സാക്ഷ്യം, തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആരാണെന്ന് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞതും, ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയതും, ഞാൻ ജീവിതത്തിൽ ഒന്നുമല്ല എന്ന്
മനസ്സിലാക്കിയപ്പോഴുമാണ് എൻ്റെ ജീവിതത്തിൽ ഈ നിലയിലൊക്കെയും എത്തിച്ചേരുവാനായി കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം ഒരു കരം കൊണ്ട് ശിക്ഷിച്ചാലും മറുകരം കൊണ്ട് നമ്മെ ആശ്ലേഷിപ്പിക്കുന്നവനാണ്. മഹാനായ ദാവീദിന്റെ പ്രാർത്ഥനയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണ്. 2 ശമൂവേൽ 7-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. അവൻ ദൈവസന്നിധിയിൽ ഇരുന്നു, ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്നു. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? അത് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമാണ്. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ഗൃഹം എന്തുള്ളൂ? ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്താണ് ഇന്ന് ഞാൻ ഇതുവരെ എത്തിച്ചേർന്നു എന്നാണ് ദാവീദ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു സമയം കാട്ടിൽ കിടന്നവനാണ്, ആരോരുമില്ലാത്തവനായി കിടന്നവനാണ്. സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവൻ, കുടുംബം നഷ്ടപ്പെട്ടവൻ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവൻ, എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ഇന്ന് ഒരു രാജപദവിയിൽ ഇരിക്കുമ്പോൾ ദാവീദ് സ്വയം ജീവിതത്തെക്കുറിച്ച് ഉണരുകയാണ്. ഞാൻ ആരാണ് കർത്താവേ? എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗൃഹം എന്തുള്ളൂ? മഹാനായ ശലോമോന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതൽ 30 വരെ. യാഗപീഠത്തിന്റെ മുൻപിൽ അവൻ കൈകളെ മലർത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് എല്ലാം നിവർത്തിച്ചിരിക്കുന്നു. രാവും പകലും തൃക്കൺ പാർത്ത് എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ നിന്റെ വചനത്തെ ഒരിക്കലും മറക്കുന്നില്ല, എപ്പോഴും ഞാൻ നിന്നെ ഓർത്തുകൊള്ളും. ശലോമോൻ ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ജീവിതത്തിൽ അവൻ എന്തൊക്കെയോ നന്മകൾ ലഭ്യമായിട്ടുണ്ട്, എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ചെറിയ നന്മകളല്ല, ചെറുതല്ല, വലിയ വലിയ നന്മകളാണ് ശലോമോൻ പ്രാപിച്ചത്. ആ പ്രാപിച്ച നന്മകൾക്ക് സ്വയം ജീവിതത്തിൽ വിനയപ്പെടുത്തുകയാണ്. അവൻ യാഗപീഠത്തിന് മുമ്പിൽ കൈകളെ മലർത്തി പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ നടത്തിയ നന്മകൾക്ക് സ്തോത്രം പറയുന്നു, കൈകളെ മലർത്തി പ്രാർത്ഥിക്കുകയാണ്. അതൊരു വിനയത്തിന്റെയും വിനയപ്പെടലിന്റെയും അനുഭവമാണ്. ഭക്തൻ പാടുകയാണ്, നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചു കൺമണി പോൽ നടത്തിയവൻ, നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ഈ നടത്തിയ ദൈവത്തെ നമ്മൾ മറക്കാതെ, എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര്? ഹു ബ്രോട്ട് യു ഹിയർ? ഹു ബ്രോട്ട് യു ഹിയർ? നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്, വലിയവനായ ദൈവമാണ്. നിന്നെ ഇവിടം വരെ നടത്തിയതും ദൈവമാണ്, ഇനി നടത്തുന്നതും ദൈവമാണ്. അത് നമ്മൾ ഓർത്തു കൊടുക്കുക. കൊണ്ടുവന്നത് ദൈവമാണ്, ഇതുവരെ നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവമാണ്, ഇനി നടത്തുന്നതും ഈ ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയിൽ ഉണർന്ന് ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥനയോടെ മുന്നേറാം. നമ്മൾ 5 കാര്യങ്ങളിൽ ഒന്നാണ് ഇന്ന് ചിന്തിച്ചത്. അടുത്തത് തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നടത്തിയ ദൈവത്തെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. ആ ദൈവം വലിയവനാണ്, കൈവിടാത്തവനാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, എണ്ണമില്ലാ നന്മകളൊക്കെയും നൽകി ഒന്നുമില്ലാത്ത സ്ഥാനത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകാമായിരുന്ന നമ്മെ, ഇരുളിലായിരുന്ന നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ജനമല്ലാത്ത നമ്മെ ജനമാക്കി, രാജകീയ പുരോഹിത വർഗമായി, ജനമായി, സ്വന്തം മക്കളാക്കി അവിടുന്ന് തീർത്തു. ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. ഇരുളിൻ്റെ തരത്തിലൊക്കെയും ആയിരുന്നു നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം എത്ര നല്ലവൻ. നമുക്കിന്ന് ആവശ്യമായ ഭൗതിക നന്മകൾ നൽകി, ആത്മീയ നന്മകളേകി. ഇനിയും അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം. ഈ വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. നടത്തിയ ദൈവത്തെ ഒരിക്കലും മറന്നു പോകാതെ, ജീവിതത്തിന്റെ ഏത് തലങ്ങളിൽ വരെ എത്തിച്ചേർന്നാലും നടത്തിയ ദൈവത്തെ മറക്കാതെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ആ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം എല്ലാ മക്കളെ ഒരുക്കണം. അങ്ങനെ ഓരോ ഹൃദയങ്ങളിൽ, ഓരോ കുടുംബങ്ങളിലെ ജീവിത സാഹചര്യങ്ങൾ മാറണം, കണ്ണുനീരുകൾ മാറണം, രോഗങ്ങൾ മാറണം, പട്ടിണികൾ മാറണം, ദുരിതങ്ങൾ മാറണം. എല്ലാറ്റിലും മീതെ നടത്തുന്ന ദൈവം ഉന്നതനാണ്. നമ്മെ വാഹനമേറ്റി നടത്തുമാറാക്കുന്ന ദൈവം. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഓരോ കുടുംബങ്ങളെ, ഓരോ മക്കളെയും നടത്തുമാറാകും. തിരുകൃപ പകരും. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ വചനങ്ങളാൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.